വിലങ്ങാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് സ്ഥായിയായ സമാശ്വാസം നടപ്പാക്കുന്നതിനുള്ള പാക്കേജ് ഉടൻ നടപ്പാക്കണമെന്ന് DKDF ആവശ്യപ്പെട്ടു. ഉരുൾപൊട്ടൽ മേഖലയിലെ ക്യാമ്പുകളിൽ താമസിക്കുന്ന ദുരന്തബാധിതരെ സന്ദർശിച്ച ശേഷം നടത്തിയ പ്രസ്താവനയിലാണ് DKDF ഈ ആവശ്യം ഉന്നയിച്ചത്. കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചുവെങ്കിലും വാണിൽമേൽ പഞ്ചായത്തിലെ വാളാന്തോട് ഉന്നതിയിൽ 27ഓളം വീടുകൾ പണി പൂർത്തിയാക്കാനാവാതെ കിടക്കുകയാണ്. സർക്കാരിൽ നിന്ന് കൃത്യമായി പണം കിട്ടുന്നില്ല എന്ന കാരണത്താൽ ഓരോ വീടുകളിലും ജോലി ഏറ്റെടുത്ത കരാറുകാർ വൈകിപ്പിച്ച സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിനാൽ കോൺക്രീറ്റ് പണി പോലും പൂർത്തിയാകാതെ കിടക്കുന്ന വീടുകൾ അവിടെ കാണുന്നുണ്ട്. എന്നാൽ ഊരാലുങ്കൽ സൊസൈറ്റി ചെയ്ത വീടുകളുടെ പണി പൂർത്തിയായിട്ടുണ്ടെങ്കിലും അവിടെ വെള്ളമോ വെളിച്ചമോ ഇതുവരെ എത്തിയിട്ടില്ലെന്ന കാരണത്താൽ ഉപഭോക്താക്കൾക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിലങ്ങാട്ടുണ്ടായ ഇപ്പോഴത്തെ ഉരുൾപൊട്ടലിൽ കർഷക തൊഴിലാളികളായ ഈ പ്രദേശത്തെ ജനത അനുഭവിക്കുന്ന ദുരിതം മുഴുവൻ വീടുകളുടെയും പണി അധികാരികളുടെ മേൽനോട്ടത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്ന് DKDF നേതാക്കൾ ആവശ്യപ്പെട്ടു. DKDF സംസ്ഥാന പ്രസിഡന്റ് UV ദിനേശ് മണി, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ പാലങ്ങാട്, സംസ്ഥാന സമിതി അംഗം മൊയ്തീൻ ചരിച്ചിൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വിജയൻ കല്ലാച്ചി, ബാലകൃഷ്ണൻ തുടങ്ങിയവർ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച സംഘത്തിനുണ്ടായിരുന്നു. എൻലൈറ്റ് ന്യൂസ്, കോഴിക്കോട്.